നമസ്കാരം. ഇന്ന് ജൂലൈ 28 ഞായറാഴ്ചയാകുന്നു. ഇന്നേ ദിവസം ജ്യോതിഷപരമായി നോക്കുകയാണ് എങ്കിൽ ചില അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഇന്നേ ദിവസം ചന്ദ്രൻ മേടത്തിൽ സംക്രമിക്കുന്നതാകുന്നു. കൂടാതെ ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥി കൂടി ആയതിനാൽ ഇന്നേ ദിവസം ചില ശുഭകരമായ യോഗങ്ങൾ രൂപാന്തരം കൊള്ളുന്നുണ്ട്. അതേക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. ശുക്രാദിത്യ യോഗം, സർവാർത്ഥസിദ്ധി യോഗം, അശ്വതി നക്ഷത്രം എന്നിവയുടെ ഐശ്വര്യ സംയോജനവും സംഭവിക്കുന്നുണ്ട്. അതിനാൽ ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ചില രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങളാണ് എന്ന് പറയാം. അതിനാൽ തന്നെ ഈ സമയം ഇവർക്ക് ധനപരമായ നേട്ടങ്ങൾ അഥവാ ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ സൂര്യന്റെ സ്ഥാനം ജാതകത്തിൽ ശക്തിപ്പെടുകയും സൂര്യദേവന്റെ കടാക്ഷത്താൽ ഇന്നേ ദിവസം ചില സൗഭാഗ്യങ്ങൾ, അനുഗ്രഹങ്ങൾ തേടിയെത്തുന്ന രാശിക്കാരുണ്ട്. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാകുന്നു. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ചയായ ഇന്ന് ഏറ്റവും ശുഭകരമായ ഒരു ദിവസമാണ് എന്ന് പറയാം. കാരണം ഇന്നേ ദിവസം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ധൈര്യം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നത് വാസ്തവമായ കാര്യമാണ്. എന്നാൽ ഇന്നേ ദിവസം ധൈര്യം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഊർജം നിങ്ങൾക്ക് വന്നു ചേരും. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങളെ തരണം ചെയ്ത് ഇന്നേ ദിവസം മുന്നോട്ട് പോവുകയോ മികച്ച പ്രകടനങ്ങൾ ഇന്നേ ദിവസം നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പ്രശസ്തി നന്നായി വർദ്ധിക്കുകയോ സ്വീകാര്യത വർദ്ധിപ്പിക്കുകയോ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഇന്നേ ദിവസം പങ്കാളിയുമായുള്ള യാത്രകൾ, അത്തരത്തിലുള്ള സാധ്യതകൾ ഇന്നേ ദിവസം കൂടുതലാകുന്നു. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ കുട്ടികളുമായി ബന്ധപ്പെട്ട്, കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഭാവി കൃത്യമായി തന്നെ തീരുമാനിക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യവും ഓർക്കുക. കൃത്യമായി തന്നെ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബത്തിലെ അംഗത്തിന് ആരോഗ്യം മോശമാണ് എങ്കിൽ അത് ഇന്നേ ദിവസം അല്പം പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇന്നേ ദിവസം പ്രത്യേകിച്ചും സൂര്യദേവന് ജലം അർപ്പിക്കുന്നതും ആദിത്യ സ്തോത്രം ജപിക്കുകയും ചെയ്യുന്നത് അഥവാ ചൊല്ലുകയും ചെയ്യുന്നത് ശുഭകരമാണ്. ഇന്നേ ദിവസം ഉപ്പ് രഹിത ഭക്ഷണം സാധിക്കുന്നവർ കഴിക്കുന്നതും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാർക്ക് ഇന്നേ ദിവസം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. കർക്കിടകം രാശിയിലുള്ള വ്യക്തികൾക്ക് ഇന്നേ ദിവസം ചില ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സന്തോഷത്തോടെ തന്നെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇന്നേ ദിവസം സാധിക്കുകയോ നിലനിർത്തുവാൻ സാധിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം ജീവിതത്തിൽ ആത്മവിശ്വാസം അല്പം വർദ്ധിക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം. കരിയറുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ ഇന്നേ ദിവസം കൈക്കൊള്ളുവാനുള്ള സാധ്യതകളുണ്ട്. വ്യാപാരവുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾ, ലാഭം നേടുവാൻ സാധിക്കുന്നതായ ദിവസം കൂടിയാണ് ഇന്ന്. കൂടാതെ വിദേശത്തേക്ക് പോകുവാൻ അല്ലെങ്കിൽ മറ്റ് ജോലിയുടെ ആവശ്യമായി പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ പരിഹരിക്കുവാൻ ഒരു പരിധിവരെ സാധിച്ചു എന്ന് വരാം. ഇന്നേ ദിവസം നിങ്ങൾക്ക് പൊതുവിൽ സന്തോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന ദിവസമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. ഇന്നേ ദിവസം പ്രത്യേകിച്ചും സൂര്യദേവനെ ആരാധിക്കുന്നതും പ്രത്യേകിച്ചും ഇന്നേ ദിവസം സൂര്യദേവന് ജലം അർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. കൂടാതെ ഇന്നേ ദിവസം ആദിത്യ സ്തോത്രം ചൊല്ലുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാകുന്നു.
ചിങ്ങം രാശിക്കാർക്ക് ഇന്നേ ദിവസം ജൂലൈ 28 ഇന്നേ ദിവസം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. ജീവിതത്തിൽ നിലനിൽക്കുന്നതായ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പ്രധാനമായും പുറത്ത് കടക്കുവാൻ അല്ലെങ്കിൽ ആശ്വാസം ലഭിക്കുന്നതായ സമയമാണ് എന്ന കാര്യം ഓർക്കുക. ഇന്നേ ദിവസം പ്രത്യേകിച്ചും സ്വാധീനമുള്ള ചില വ്യക്തികളെ കണ്ടുമുട്ടുകയും അത് നിങ്ങൾക്ക് ഭാവിയിലാണ് എങ്കിലും ഗുണകരമായ മാറ്റങ്ങൾക്ക് കാരണമായി തീരാം. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ, ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് ഇന്നേ ദിവസം പരിഹരിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണ് എങ്കിൽ അത് ഫലം ചെയ്യും എന്ന കാര്യം ഓർക്കുക. ഇന്നേ ദിവസം പ്രത്യേകിച്ചും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് പങ്കാളിയുമായി ബന്ധപ്പെട്ട് യാത്രകൾക്കുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഇന്നേ ദിവസം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ധനപരമായ നേട്ടങ്ങൾ, അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചെറുകിട കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാവുന്നതാണ്. കൂടാതെ ഇന്നേ ദിവസം പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും വന്നു ചേർന്നു എന്ന് വരാം. സുഹൃത്തുക്കൾ അതേപോലെ തന്നെ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ ഇന്നേ ദിവസം വന്നു ചേർന്നു എന്ന് വരാം. ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. ഇന്നേ ദിവസം പ്രത്യേകിച്ചും സൂര്യദേവനെ ആരാധിക്കുന്നതും സൂര്യചാലിസ പാരായണം ചെയ്യുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. സൂര്യദേവന് ജലം സമർപ്പിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും ജൂലൈ 28 ആയ ഇന്ന് ശുഭകരമായ ദിവസമാണ് എന്ന് പരാമർശിക്കാം. കാരണം ഇന്നേ ദിവസം ആരോഗ്യ കാര്യത്തിൽ അല്പം ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം കുട്ടികളുമായും കുടുംബാംഗങ്ങളുമായും കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ, യാത്രകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, അത് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ആഗ്രഹിച്ച മേഖലകളിൽ വിജയങ്ങൾ, ഉയർച്ച കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അഭിവൃദ്ധി വന്നു ചേരുന്നതായ സമയം. കൂടാതെ ഈ സമയം എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാനുള്ള സാധ്യതകളോ അല്ലെങ്കിൽ അത്തരം ചില ചർച്ചകളോ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ചെറുകിട കച്ചവടവുമായി ബന്ധപ്പെട്ടും അല്പം നേട്ടം, ഉയർച്ച വന്നു ചേരുന്നതായ സമയമാകുന്നു. ഇന്നേ ദിവസം പങ്കാളിയുമായി ബന്ധപ്പെട്ടും ശുഭകരമായ ദിവസമായിരിക്കും. ബന്ധം കൂടുതൽ ദൃഢമായി എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം കൃത്യതയോടെ തന്നെ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. മാതാപിതാക്കളായും സഹോദരങ്ങളുമായുള്ള ബന്ധം ഇന്നേ ദിവസം ശുഭകരമായിരിക്കും. കൂടാതെ ഇന്നേ ദിവസം ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇത്തരത്തിൽ കയ്യിൽ നിന്നും ധനം നഷ്ടമാകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഇന്നേ ദിവസം അധിക ചെലവുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഒരല്പം കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ഇന്നേ ദിവസം പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള ദിവസം തന്നെയാകുന്നു. സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ഇന്നേ ദിവസം കടന്ന് വരാവുന്നതാണ്. ഇന്നേ ദിവസം സൂര്യദേവന് ജലം അർപ്പിക്കുകയും സൂര്യസ്തോത്രം ജപിക്കുകയും ചെയ്യുന്നത് സർവ്വ ഐശ്വര്യങ്ങൾ നൽകുന്ന കാര്യമാകുന്നു. സാധിക്കുന്നവർ ഉപ്പുരഹിത ഭക്ഷണം ഇന്നേ ദിവസം കഴിക്കുന്നതും ശുഭകരമാണ്. സാധിക്കുന്നവർ അപ്രകാരം ചെയ്യുക. സൂര്യദേവന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ കാര്യങ്ങൾ അനുകൂലമായി തീരാം.